ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സമ്മർ സ്പെഷ്യൽ ഫലൂദയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നതൊക്കെ. മാമ്പഴം, ആപ്പിൾ, പൊമഗ്രനേറ്റ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ആൽമണ്ട്സ്, കാഷ്യൂനട്ട്സും റൈസിൻസും. കുറച്ച് നല്ല കളർഫുൾ ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 ഫ്രൂട്ട്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതിനെ ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതേസമയം സേമിയ, നമുക്ക് ആവശ്യത്തിനുള്ള സേമിയ എടുത്തിട്ട് ഇത്തിരി പഞ്ചസാരയും ചേർത്ത് നമുക്കതിനെ വേവിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഒരു ഫ്ലേവറിന് വേണ്ടി ഇത്തിരി റോസ് എസൻസ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതൊന്ന് വെന്തതിന് ശേഷം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് അതിനെ മാറ്റി വയ്ക്കാം. ചിയ സീഡ്സ് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. 2 ഗ്ലാസ്സുകൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കോൺഫ്ലേക്സ് ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ കുതിർത്ത് വെച്ച ചിയ സീഡ്സ്, അതിന് മുകളിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് പാല് ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഒരു ലെയറായിട്ട് നമുക്ക് ഒന്ന് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. വേണേൽ സ്ട്രോബെറി ഫ്ലേവറൊക്കെ നന്നായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് തണുപ്പിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് ഈ ലെയറായിട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നല്ലൊരു ഭംഗിയായിട്ടിരിക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെയർ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഏറ്റവും ഒടുവിൽ ഞാൻ മാംഗോ ഐസ്ക്രീമാണ്, ഇവിടെ മാമ്പഴത്തിൻ്റെ കാലമല്ലേ, അപ്പോൾ ഞാനിപ്പോൾ മാംഗോ ഫ്ലേവർ ഐസ്ക്രീമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ വീണ്ടും നമ്മളിത് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ചിയ സീഡ്സ് ഇടുക, അതേ ലെയറുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി കോൺഫ്ലേക്സ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സേമിയ വേണമെങ്കിൽ ചേർക്കാം. സേമിയ ഒഴിവാക്കണമെങ്കിൽ നമുക്കത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഫ്രൂട്ട്സ് നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ ഞാനിവിടെ വനില ഫ്ലേവർ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സമ്മർ സ്പെഷ്യലായിട്ടുള്ള ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. എൻജോയ് ഇറ്റ് ആൻഡ് താങ്ക് യു.